والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിൻ്റെ അവസാന 10ലേക്ക് കയറി ഒരു നോമ്പ് നമ്മളിന്ന് പൂർത്തിയാക്കി. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇന്നത്തെ ഈ ഒരു കർമ്മം സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇടപഴകുന്ന നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പല വീടുകളിലും നമ്മളൊക്കെ പോറ്റി വളർത്തുന്ന പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാകാം. അത് മൃഗങ്ങളായിട്ടാകട്ടെ, പക്ഷികളായിട്ടാകട്ടെ, ഏതായാലും നമ്മൾ ഭക്ഷണം കൊടുത്ത് പോറ്റി വളർത്തുന്ന ഒരു ജീവി, അത് നമ്മുടെ വീടിൻ്റെ കാവലിന് വേണ്ടി നമ്മൾ സംവിധാനിച്ചിട്ട് അല്ലെങ്കിൽ വളർത്തുന്ന ഒരു നായയായാൽ, നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, അതിനു വേണ്ട രോഗം വരുമ്പോൾ ചികിത്സ കൊടുക്കുന്നു, എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ നായയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു കാവല് മാത്രമാണ്. ഒന്നാലോചിച്ചേക്ക് സഹോദരങ്ങളെ, നമ്മൾ വളർത്തുന്ന, നമ്മുടെ ഭക്ഷണം കൊടുത്ത്, നമ്മൾ ചെലവിന് കൊടുത്ത് വളർത്തുന്ന ആ നായ നമ്മുടെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തെ വീടിൻ്റെ വാതിലിൽ അല്ലെങ്കിൽ അപ്പുറത്തെ ഗേറ്റിൻ്റെ അടുക്കൽ പോയി കാവല് നിൽക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ നിലപാട്? നമ്മൾ തിന്നാൻ കൊടുത്ത് വളർത്തുന്ന ഒരു ജീവി, അത് നമ്മൾ ആ ജീവിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതിൻ്റെ ഒരു പ്രതികരണം, നമ്മൾ പോറ്റി വളർത്തുന്നതിന് പകരമായി അത് നമുക്ക് എന്ത് ചെയ്യണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് തരാതെ അത് മറ്റൊരു വീട്ടിൽ പോയിട്ടാണ് നിർവഹിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഒക്കെ പ്രതികരണങ്ങൾ, നമ്മുടെ ഒരു മാനസികാവസ്ഥ? സഹോദരങ്ങളെ, നമ്മളെ ഈ കാണുന്ന രൂപത്തിൽ കാണാൻ നമ്മൾ ഒരു ചെറിയ ഒരു മനുഷ്യനാണെങ്കിലും സങ്കീർണമായ ഒരു ഫാക്ടറിയെക്കാളും സങ്കീർണമായ രൂപത്തിലുള്ള ശാരീരിക സംവിധാനങ്ങളിലൂടെ നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയ റഹ്മാനായ റബ്ബ്, നമ്മളോട് ചോദിക്കാതെ, നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് എല്ലാം ഒരുക്കി തന്ന റബ്ബ്, സുന്ദരമായി കേൾക്കാനും നല്ല ക്ലാരിറ്റിയോടുകൂടി കാണാനും നല്ല അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുകൾ നൽകി. നമ്മുടെ ശാരീരിക പ്രക്രിയകൾ അത് വളരെ കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മളെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച ലക്ഷ്യത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിലൂടെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മളോടൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്: ഞാൻ നിന്നെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചോദ്യം ഖുർആനിലുണ്ട്. അപ്പൊ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചപ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. ഒരു നായക്ക് നമ്മൾ തിന്നാൻ കൊടുത്തപ്പോൾ നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ലക്ഷ്യം നമുക്ക് ആ നായ അത് നിർവഹിച്ചു തരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ആ നായയെ കൊല്ലാനോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കാനോ ഒരുപക്ഷെ നമ്മൾ പരിശ്രമിച്ചേക്കാം. സഹോദരങ്ങളെ, നമ്മളെ സൃഷ്ടിച്ച റബ്ബ് ചോദിക്കുകയാണ്, നിന്നെ നാം വെറുതെ അബസ എന്ന് പറഞ്ഞത് ഒരു തമാശയായി കൊണ്ട്, ഒരു ടൈം പാസിന് വേണ്ടി നിന്നെ ഞാൻ സൃഷ്ടിച്ചു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. അപ്പൊ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും
ജിന്നിനെയും നാം സൃഷ്ടിച്ചത് അവർ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യനെയും ജിന്നിനെയും നാം സൃഷ്ടിച്ചത് എന്ന് അള്ളാഹ് തന്നെ വ്യക്തമാക്കുന്നു. നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണേ, അവനിൽ നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല, ഒന്നിലും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് കൃത്യമായി അള്ളാഹു സൂചിപ്പിക്കുകയാണ്. തൗഹീദിന്റെ ആയത്തുകൾ ഓതാണെങ്കിൽ ഒരുപാടുണ്ട്. നോമ്പ് തുറക്കാൻ ആ വിഭവങ്ങൾ ഒരുങ്ങാൻ ഉള്ള സമയത്ത്, ആ ചുരുങ്ങിയ സമയത്തുള്ള ഒരു സംസാരത്തിൽ ഒരുപാട് ആയത്തുകളും ഹദീസുകളൊന്നും ഓതാൻ സമയമല്ല. സഹോദരങ്ങളെ, ആ റബ്ബിനെ ആരാധിക്കണം, ആ റബ്ബ് കൂടെയുണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. വഹുവമാക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്നതിനെ ബസീർ എന്ന് പറഞ്ഞത് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. നമ്മൾ വിചാരിക്കും ആരും കാണൂല, ആരും അറിയില്ല. അല്ല, അറിയുന്നവൻ അല്ലാഹു ഒരുത്തനുണ്ട് എന്ന ബോധം നമുക്ക് എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. കൃത്യമായി അല്ലാഹു കൂടെയുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊരു ബോധം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ടാകും, ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ടാകും. മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. വല്ലാഹു ഖൈറുൻ ഹാഫിള, ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. വഹുവ അർഹമുർ റഹീമീൻ. പിന്നെ മൂസാ നബിയും ഹാറൂൻ നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പറയുന്നിടത്ത് അവിടെയും ആ ചരിത്രത്തിലും പറയുന്നുണ്ട്, ഇവർ രണ്ടാളും റബ്ബനാ ഇന്നനാ നഖാഫു എന്നാ പറഞ്ഞത്, പടച്ചോനെ ഞങ്ങൾക്ക് പേടിയുണ്ട് ഫിർഔനിന്റെ അടുക്കലേക്ക് പോകാൻ. ആ സന്ദർഭത്തിൽ അല്ലാഹ് പറയുന്നത് ഖാല ലാ തഖാഫ, നിങ്ങൾ പേടിക്കണ്ട, ലാ തഖാഫ ഇന്നനി മഅകുമാ, നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ ഞാനുണ്ട്. അസ്മഉ വ അറ, നിങ്ങളുടെ കണ്ട് കേട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നോക്ക് നിങ്ങൾ, അല്ലാഹ് സമ്പൂർണമായി നമ്മുടെ കൂടെയുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധം എല്ലായ്പ്പോഴും നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നോക്കിയാൽ ശത്രുവിന്റെ മുന്നിലെത്തുന്ന സന്ദർഭത്തിലും മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ബനി ഇസ്രായേലിനെയും കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെടുകയാണ് ഫിർഔനിന്റെ അടുക്കൽ നിന്നുകൊണ്ട്. പിന്നാലെ ഫിർഔനും സൈന്യവും ആക്രമിക്കാൻ വേണ്ടി, പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഓടിപ്പോകുന്ന സന്ദർഭത്തിൽ മുന്നിലതാ നിലയില്ലാതെ ചെങ്കടല്, ആ കടലിന്റെ മുന്നിൽ പിന്നിലാണെങ്കിൽ ശത്രു സൈന്യം പിടികൂടാൻ വേണ്ടി വരികയാണ്. ആ സന്ദർഭത്തിൽ കൂടുള്ള ആളുകൾ പറയുകയാണ്, ഇന്നാല മുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതാ നമ്മളുടെ കഥ കഴിഞ്ഞു, ഇതാ ശത്രുക്കൾ പിന്നാലെയുണ്ട്, മുന്നിലാണെങ്കിൽ കടലാണ്, രക്ഷപ്പെടാൻ മാർഗമല്ല, നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും അവിടെയും ആ പ്രവാചകൻ അവർക്ക് കൊടുത്തത് ഖാല കല്ല ഇന്ന മഅീ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. നോക്ക് നിങ്ങൾ, ആ ഒരു ബോധം, റബ്ബ് കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. റബ്ബ് കൂടെയുണ്ടാകും. ആരുടെ കൂടെയുണ്ടാകും? അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. റസൂൽ പറയുകയാണ്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത്ത്, മോനെ നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. റസൂല് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, മോനെ നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താ പറയുന്നത്? ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിച്ചോ, അല്ലാഹ് നിന്നെ സൂക്ഷിക്കും, നിന്നെ സംരക്ഷിക്കും. അല്ലാഹനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെയും സൂക്ഷിക്കും, സംരക്ഷിക്കും. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹുവിനെ നിന്റെ മാർഗത്തിൽ നിനക്ക് കാണാൻ പറ്റും. അല്ലാഹനെ അനുസരിച്ചു കൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും, നിന്റെ മാർഗത്തിൽ അല്ലാഹു ഉണ്ടാകും. ഫൈദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം കേട്ടോ. ഇത് സഹായം ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. എന്ത് പ്രയാസമുണ്ടെങ്കിലും, പ്രതിസന്ധി ഉണ്ടെങ്കിലും, ബുദ്ധിമുട്ടുകൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം നീ അല്ലാഹുവിനോട് ചോദിക്കണം.
അല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് നീ അഭയം തേടാൻ പാടില്ല. എന്തേ? നിന്നെ സംരക്ഷിച്ച, നിന്നെ സൃഷ്ടിച്ച, നിനക്ക് ഭക്ഷണം നൽകുന്ന, നിനക്ക് കാഴ്ചയും കേൾവിയും മറ്റുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്ന, നിന്നെ സുന്ദരമായ അഹ്സന എന്നാ പറഞ്ഞത്, ഏറ്റവും ഉത്കൃഷ്ടമായ സുന്ദരമായ രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചവനായ റബ്ബ്, ആ റബ്ബ് നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെയുണ്ടാകും. നീ നിന്റെ റബ്ബിനെ വിളിക്കണം. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ആളുകൾ അള്ളാഹുവിന്റെ ആ ഒരു മാർഗത്തിൽ നിന്ന് വിട്ടുകൊണ്ട് അള്ളയല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് അഭയം തേടിക്കൊണ്ട് ഒരു പ്രയാസം വരുമ്പോഴേക്ക് ശരീരത്തിലൊരു നൂലോ അല്ലെങ്കിൽ ഒരു ഏലസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബന്ധിച്ചുകൊണ്ട് എല്ലാം സുദൃഢമായി ഓക്കെയായി എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അതിൽ അഭയം തേടുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ അല്ലഖ തമീമ ഫഖദ് അശ്റക. ഏലസ് കെട്ടിയോൻ ശിർക്ക് ചെയ്തുന്ന്. ശിർക്ക് ചെയ്തവൻ എന്താ ആവുക? ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. റസൂല് പറയുകയാണ്, ഏലസ് കെട്ടിയവൻ ശിർക്ക് ചെയ്തു എന്നുള്ളത്. സഹോദരന്മാരെ, നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു പേടിക്ക് വേണ്ടി, മറ്റെന്തെങ്കിലും ഒരു പ്രയാസത്തിന് വേണ്ടി, അതിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി, ഒരു സംരക്ഷണത്തിന് വേണ്ടി ഒരു കയറോ ഒരു തകിടിന്റെ കഷ്ണമോ മന്ത്രിച്ചുകൊണ്ട് നിന്റെ ശരീരത്തിൽ നീ ബന്ധിച്ചിട്ടാണ് നീ നോമ്പെടുത്തത് എങ്കിൽ ആ നോമ്പ് അള്ളാഹുവിന് വേണ്ട. ആരോടാ പറയുന്ന അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ലൈൻ അശ്റക്ത, റസൂലേ താങ്കൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അന്റെ അമലുകളെല്ലാം ബാത്തിലായി പോകുന്നതാണ്, നിന്റെ അമലുകളെല്ലാം ബാത്തിലായി പോകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ. നമ്മൾ നിസ്കരിക്കുന്നു, നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നുകൊണ്ട് നോമ്പെടുത്തുകൊണ്ടാണ് ഈ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ശിർക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ചെയ്തത് മുഴുവൻ ബാത്തിലാണ് എന്നാണ്. വേറെ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ ആ കർമ്മങ്ങളെല്ലാം അതൊരു പാറപ്പുറത്തുള്ള മണ്ണ് പോലെയാണ്, അല്ലെങ്കിൽ ചാരം പോലെയാണ്. കാറ്റടിച്ചാൽ അതങ്ങ് പാറിപ്പോകും. ഒരു ഫായിദയും ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ നമ്മൾ ഒരു കഷ്ണം, ഒരു ചരടിലോ ഒരു ഏലസിലോ മറ്റെന്തെങ്കിലും ഒരു മന്ത്രത്തിലോ മറ്റേതെങ്കിലും ഒരു പ്രത്യേകമായ മഹത്വമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ ബാത്തിലാണ്, റബ്ബ് സ്വീകരിക്കുകയില്ല. അതാ പറഞ്ഞത്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോ. ഇദാ സഅൽത ഫസ്അലില്ലാ, അള്ളാഹിനോട് ചോദിക്കുക. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടിക്കോ. അല്ലാത്ത ഒരു പടപ്പിനോട് നീ സഹായം തേടിയിട്ട് കാര്യമില്ല. ചില താൽക്കാലികമായ ആശ്വാസം നിനക്ക് തോന്നിയേക്കാം, പക്ഷേ നിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ വരികയാണ് അവിടെ. നിന്റെ പരലോകം നഷ്ടപ്പെടുന്നതാണ്. നീ അള്ളാഹിനോട് സഹായം തേടിക്കോ. എന്നിട്ട് പറയാ റസൂല് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, വഅലം അന്നൽ ഉമ്മ, മനസ്സിലാക്കിക്കോ, സമൂഹം ലൗ ഇജ്തമഅത്, അവരെല്ലാവരും കൂടി അങ്ങോട്ട് ഒരുമിച്ച് കൂടി, അനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി, നിന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി. എന്താ പറഞ്ഞത്? അന്നൽ ഉമ്മ ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിനക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടി. അങ്ങനെയാണല്ലോ നമ്മുടെ പല കമ്പനിക്കാരുണ്ടാവും, നമുക്ക് വേണ്ടി എന്തിനും സന്നദ്ധരാകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഞങ്ങളുണ്ടോ നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, നമ്മളെ മുന്നിൽ നടത്തിക്കൊണ്ട്, പിന്നാലെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മുന്നോട്ട് തള്ളുന്ന ആളുകൾ ഉണ്ടാകും. ലോകത്തുള്ള ജനങ്ങളെ മുഴുവൻ നിനക്ക് സേവനം ചെയ്യാൻ വേണ്ടി, ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും ലം യൻഫഊക്,
അവർക്കൊന്നും നിനക്കൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് ഖത്തബഹു അല്ലാഹു ലക, അല്ലാഹ് നിനക്ക് രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് അവർ തീരുമാനിച്ചതെങ്കിൽ അത് നടക്കും. അതല്ലാതെ ഒരു ഉപകാരവും ചെയ്യാൻ നിന്റെ ആ സഹോദരങ്ങൾക്ക്, കൂട്ടുകാർക്ക് സാധിക്കുകയില്ല. ഇനി വലൗ ഇജ്തമഉ അലാ അൻ യളുറൂക ബിശൈഇൻ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണം, നിന്നെ ഒന്ന് പ്രയാസപ്പെടുത്തണം എന്ന് അവരാഗ്രഹിച്ചാലും, അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, നമ്മൾ നല്ലൊരു പൂട്ടീനി പക്ഷെ ഓൻ കഴിച്ചിലായി പോയി അല്ലേ. നമ്മളെ ആ യുവാക്കളുടെ ഒരു ഭാഷയിൽ നല്ലൊരു പൂട്ടനി നമ്മൾ പൂട്ടിയിരുന്നത്, പക്ഷേ ഓൻ കഴിച്ചിലായി പോയി. എന്തേ ഓൻ കഴിച്ചിലായത്? അല്ലാഹ് അത് കരുതിയിട്ടില്ല. അതാ പറഞ്ഞ് ലൗ ഇജ്തമഉ അലാ അൻ യളുറൂക, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവർ ആഗ്രഹിച്ചാൽ ലം യളുറൂക, അവർ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബ അല്ലാഹു അലൈക, നിനക്ക് അല്ലാഹു എഴുതിയ ആ ഒരു തീരുമാനിച്ചു വെച്ച ആ ഒരു തീരുമാനമായിക്കൊണ്ടല്ലാതെ. അല്ലാഹ് എനിക്കൊരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് നടക്കും. നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിനക്കൊരു ഗുണം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കൂട്ടുകാര് സംഘടിച്ചാൽ ചിലപ്പോൾ അത് നടക്കും. ഞങ്ങൾക്ക് ആ ഒരു നന്മ അള്ളാഹ് ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഇവരെന്ത് വിചാരിച്ചിട്ടും കാര്യമല്ല. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തിൽ ഈ ഒരു വിശ്വാസം നമുക്കെല്ലാം തന്ന ആ റബ്ബ് തിരിച്ചാവശ്യപ്പെടുന്നത് നമ്മിൽ നിന്ന് ഇബാദത്ത്, റബ്ബിന് ഇബാദത്ത് മാത്രമാണ്. നമുക്ക് ഭക്ഷണം തന്ന അള്ളാഹ്, അരി തന്ന അള്ളാഹു, ആ അള്ളാഹുവിന് നമ്മൾ തിരിച്ച് നന്ദിയാണ്. ലഇൻ ശകർതും ലഅസീദനകും, നന്ദി ചെയ്താ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരും. ഇങ്ങോട്ട് അരി ഒരുക്കി തന്ന അള്ളാഹ്ക്ക് നമ്മൾ അങ്ങോട്ട് അരി സമർപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങോട്ട് ഒരു ഗുണം ചെയ്തു തന്ന അള്ളാഹുവിന് അങ്ങോട്ട് അത് നമ്മൾ അർപ്പിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ ആ ഒരു നന്ദിയും ആ ഇബാദത്തുമാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതൊരു പരീക്ഷണമായും കൊണ്ടാണ് അത് അള്ളാഹു നമുക്ക് നിർവഹിക്കുന്ന, അല്ലെങ്കിൽ അത് നൽകിയിട്ടുള്ളത്. ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മുടെ ഈ ജീവിതത്തിൽ സഹോദരങ്ങളെ, നമ്മളൊക്കെ ഭൂരിഭാഗവും യുവാക്കളാണ്. ഈ യുവത്വത്തിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ആ യുവത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതും ഇതിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ആയുസ്, ഈ ഒരു സമയം അള്ളാഹുവിൻ്റെ ഈ മാർഗത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ശിർക്കില്ലാത്ത, കറകളഞ്ഞ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടില്ല എങ്കിൽ, അപ്പൊ നമുക്ക് തോന്നും അവരൊക്കെ നല്ലോലല്ലേ. ആര്? ഈ നമ്മൾ പോകുന്ന കേന്ദ്രങ്ങളിലുള്ള നമ്മൾ അഭയം തേടുന്ന ആളുകളൊക്കെ അവർ നല്ലവരല്ലേ? മക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു വരുന്ന സന്ദർഭത്തിൽ അള്ളയല്ലാത്ത ആളുകളെ വിളിച്ചു തേടിയിരുന്ന മുശ്രിക്കുകളായ ആളുകള്, ആ ആളുകളോട് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഇവയെ ആരാധിക്കുന്നത്? എന്തിനാ നിങ്ങൾ ഈ വസ്തുക്കളെ ആരാധിക്കുന്നത്? അവര് പറഞ്ഞ മറുപടി എന്താ അറിയോ? മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതോ ഇല്ലാ ലിയുഖർരിബൂന, അവർ ഞങ്ങളെ അടുപ്പിക്കാനാണ്. ഇലല്ലാഹ്, എവിടേക്ക്? അള്ളാഹുവിലേക്ക്. ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് അടുക്കാൻ ആരാ? ഇവരാണ് മീഡിയേറ്റർമാര് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സഹോദരന്മാരെ, അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? അള്ളാഹ് റസൂലിനോട് പഠിപ്പിച്ച എന്താ അറിയോ? പ്രവാചകരെ പറഞ്ഞേക്കുക, ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമ താങ്കളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞേക്കുക, ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്, വിളിച്ചു എന്നോട് ചോദിക്കാൻ പറയൂ പ്രവാചകരെ എന്ന് അള്ളാഹ് പറയാ. അള്ളാഹ് നമ്മളോട് ചോദിക്കാൻ പറയാ. നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല എങ്കിൽ സഹോദരന്മാരെ, നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ഒരു നായയുടെ അവസ്ഥ ഉണ്ടല്ലോ, എല്ലാം കൊടുത്തിട്ട് നന്ദി ചെയ്യാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയും എല്ലാം നമുക്ക് ഒരുക്കി തന്ന ആ ഒരു പടച്ച റബ്ബിന്, സിട്ടാവിന് നന്ദി ചെയ്യാതെ നമുക്ക് തോന്നിയ രൂപത്തിൽ ജീവിക്കുന്ന നമ്മുടെ അവസ്ഥയും ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയേ. സഹോദരന്മാരെ, നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. പരലോകത്തേക്ക് എത്തിയാൽ അവിടെ എത്തിയിട്ട് പിന്നെ രക്ഷപ്പെടാൻ സാധിക്കൂല. പരലോകത്തെത്തിയിട്ട് അന്ന് വിരല് കടിക്കും അക്രമി, അന്ന് വിരല് കടിക്കും. വിരല് കടിക്കപ്പോഴാ? ഒരു നഷ്ടബോധം ഉണ്ടാകുമ്പോഴാണല്ലോ അല്ലേ?
മനുഷ്യൻ പറയുന്ന പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ ചെറിയൊരു സമയം ഞങ്ങൾക്ക് തന്നേക്ക്, എനിക്കൊരു ചെറിയ സമയം താ റബ്ബേ, ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, എന്നാ ഞാൻ നന്നായിക്കോളാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ജീവിച്ചോളാം, ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ലവനായി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് മരണപ്പെടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ പരലോകത്തെത്തുമ്പോൾ നമ്മൾ പറയും. ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ സഹോദരന്മാരെ ആലോചിച്ചോളൂ. സമയം കളയണ്ട, ഇനിയും കൂടുതൽ സമയമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. എപ്പോഴും അള്ളാഹു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഭയം തേടാനുള്ള മാർഗം അള്ളാഹുവാണ്. അതാ ഹിജ്റയുടെ സന്ദർഭത്തിലും പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഹിജ്റയുടെ സന്ദർഭത്തിലും പ്രവാചകൻ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. എന്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, റസൂൽ എന്താ പറയണത്? മാ ലന്നുക യാ അബാ ബക്കർ ബിഇസ്നൈൻ അല്ലാഹു സാലിസുഹുമാ, അല്ലാഹു മൂന്നാമനായി അല്ലാഹു കൂടെയുള്ള രണ്ടാളുകളുടെ വിഷയത്തിൽ എന്താ അബൂബക്കറെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ചോദിക്കുക, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ആലോചിച്ചേക്ക്. സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയിറക്കിയിട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ അക്രമികളായ ആളുകൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വട്ടം ചുറ്റി നടക്കുമ്പോൾ ആ ഹദീസിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ അന്ന അഹദഹും നദറ തഹ്ത ഖദമൈഹി ലഅബ്സർനാ, ആ ഗുഹയിലിരിക്കുമ്പോൾ അവരിൽ ആരെങ്കിലും ഒരാൾ ആ കാലിന്റെ ചുവട്ടിക്കൊന്ന് അവന്റെ കദമിന്റെ മടമ്പിന്റെ ഭാഗം അല്ലെങ്കിൽ താഴോട്ടൊന്ന് നോക്കിയിരുന്നുവെങ്കിൽ അവർ ഞങ്ങളെ കാണുമായിരുന്നു. അവർ മുന്നിലൂടെ അങ്ങനെ നടക്കുന്നത് ഇവർ കാണുന്നുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്, മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അതാണ് സഹോദരന്മാരെ, ആ മൂന്നാമനായി അല്ലെങ്കിൽ രണ്ടാമനായി, നമ്മൾ ഒറ്റക്കാകുമ്പോൾ കൂടെ രണ്ടാമനായി റബ്ബുണ്ട്, നമ്മൾ രണ്ടാകുമ്പോൾ മൂന്നാമനായി റബ്ബുണ്ട്, നമ്മൾ മൂന്നാളുണ്ടാകുമ്പോൾ നാലാമനായി നമ്മുടെ റബ്ബ് കൂടെയുണ്ടെന്ന ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഈ ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് എല്ലാ കാര്യത്തിലും നമ്മളുടെ പങ്കാളിത്തം ഉണ്ടായും കൊണ്ട് ഇപ്പൊ നോക്കി, നിങ്ങൾ ലഹരിക്ക് തിരിയാണെങ്കിൽ സമയമല്ല, ലഹരിന്റെ ആ ഭാഗത്തേക്കട് തിരിഞ്ഞാല് നമ്മുടെ ഈ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ദിനം പ്രതി പിടിച്ചുകൊണ്ടിരിക്കുക. യുവാക്കളെ കരുതിക്കൂടി, ആ മാർഗത്തിൽ നിന്ന് അതിൻ്റെ ഏജന്റുമാരും അതിൻ്റെ ആളുകളുമായി നടക്കുന്നവരുണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ. ഒരു സമൂഹത്തെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് അതൊക്കെ വിട്ടുകൊണ്ട് നമ്മുടെ ഈ ശരീരം റബ്ബ് നമുക്ക് തന്നത് റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിക്കുന്ന മുത്തഖീങ്ങളാകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അങ്ങനെ ഇഖ്ലാസോട് കൂടി തൗഹീദ് അടിയുറച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്താലേ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുള്ളൂ. അല്ലാത്ത കർമ്മങ്ങളൊക്കെ വൃഥാ ഒരു കാട്ടിക്കൂട്ടലുകളായി മാറും. റഹ്മാനായ റബ്ബ് നമ്മുടെ അമലുകൾ നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. കുറച്ച് സമയം ദീർഘിച്ചു പോയിട്ടുണ്ട്. അവിടെ സാധനങ്ങൾ ഒരുങ്ങാനുള്ളൊരു സമയമാണ് ഞാൻ ദീർഘിച്ചെടുത്തിട്ടുള്ളത്. ഓരോരുത്തരോടും അതിന് ക്ഷമ ചോദിക്കുകയാണ്. ഈ ഒരു യുവാക്കളായുള്ള ആളുകൾ, കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളായ ആളുകൾ, സഹോദരങ്ങളെ, നമ്മൾ ഈ വിദ്യാർത്ഥികളെ നേർമാർഗത്തിലേക്ക് അവർക്കൊരു വഴി കാട്ടുക എന്ന ലക്ഷ്യത്തിൽ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഈ വരുന്ന മെയ് 11 പെരിന്തൽമണ്ണ വെച്ച് നടക്കുകയാണ്. വിദ്യാർത്ഥികളായ ആളുകൾ, ക്യാമ്പസുകളിൽ പഠിക്കുന്ന ആളുകൾ നിർബന്ധമായും അതിൽ പങ്കെടുക്കണം. ഞാൻ നിർബന്ധമായി എന്ന് പറയുന്നത് നമുക്കൊരു പരിവർത്തനം ഉണ്ടാകാം, നമുക്ക് ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചർച്ച. ധർമ്മ സമരത്തിൻ്റെ വിദ്യാർത്ഥി കാലമെന്ന പേരിലാണ് ആ ഒരു പരിപാടി നടക്കുന്നത്. ഓരോരുത്തരും അതിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക, പങ്കാളികളാകാൻ ശ്രമിക്കുക, നന്മയുടെ വക്താക്കളായി തീരാൻ ശ്രമിക്കുക, നല്ലതിൻ്റെ ആളുകളും പ്രയോക്താക്കളും പ്രചാരകരുമാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്ന ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.